السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ പാഠങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സൂറ ബഖറയിലെ 41-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ബനി ഇസ്രായേലുകളെ വിളിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർത്തു നോക്കൂ, ഞാൻ നിങ്ങളോട് ചെയ്ത കരാറുകൾ പൂർത്തിയാക്കി, നിങ്ങൾ എന്നോട് ചെയ്ത കരാറുകളെ പൂർത്തിയാക്കൂ, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടൂ എന്നുള്ള വചനത്തിന് നൽകുന്ന വിശദീകരണത്തിൽ ഹസ്രത്ത് ഖലീഫത്തുള്ള തുടർന്ന് പറയുന്നു, they make a lot of khidmat khalq and they keep hardly anything for their family, for themselves. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചേർന്ന സഹാബാക്കൾ അവരുടെ കുടുംബത്തിന് വേണ്ടി അല്പം ചില കാര്യങ്ങൾ വെച്ചതിന് ശേഷം ബാക്കിയൊക്കെ ദീനിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ചിലവഴിക്കുകയുണ്ടായി. ജസ്റ്റ് ലൈക്ക് ലേഡി ഖദീജ റളിയല്ലാഹു തആല അൻഹ, the first wife of the Holy Prophet Muhammad of Islam. ഇസ്ലാമിലെ പ്രവാചകൻ്റെ പ്രഥമ ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയെ പോലെ അൻ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഇവർ ഹിസ് ക്ലോസസ്റ്റ് കമ്പാനിയൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ദീസ് ടൈപ്സ് ഓഫ് പേഴ്സൺസ്, ഈ നിലയിലുള്ള ആളുകൾ, അതായത് ഖദീജ റളിയല്ലാഹു തആല അൻഹയെ പോലെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുമുള്ള വ്യക്തികൾ നോ ദ സഫറിങ്സ് ഓഫ് ദ പുവർ ആൻഡ് നീഡി, കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന പാവപ്പെട്ടവരുടെ പ്രയാസങ്ങളെ കണ്ടറിഞ്ഞവരും അനുഭവിച്ചറിഞ്ഞവരുമാണ്. മോറോവർ ദേ സ്ട്രൈവ് ഹാർഡ് അലോങ് വിത്ത് ദ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ്. അതുമാത്രമല്ല, അവരൊക്കെ അള്ളാഹുവിൻ്റെ ദൂതനോടൊപ്പം ചേർന്ന് കഠിനമായി പരിശ്രമിക്കുന്നവരായിരുന്നു. ഓഫ് ദെയർ ടൈം ടു സ്പ്രെഡ് ദ മെസ്സേജ് ഓഫ് ദ യൂണിസിറ്റി ഓഫ് ഗോഡ്, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി അവരൊക്കെ കഠിനമായിട്ട് അവരുടെ സമയം കൊണ്ടും അവരുടെ ധനം കൊണ്ടും അവരുടെ അറിവ് കൊണ്ടും അവർ പരിശ്രമിച്ചു. ആൻഡ് ടു പ്രൊമോട്ട് ഗുഡ് വിൽ, അതുപോലെ ആ ഉദ്ദേശത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന്, അതായത് ഇസ്ലാമിക ലക്ഷ്യത്തെ സഹായിക്കുന്നതിന്, അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി അവർ അഹോരാത്രം പരിശ്രമിക്കുകയുണ്ടായി.
നിങ്ങൾ യഥാർത്ഥത്തിൽ പ്രവാചകനെയും പ്രവാചകൻ നിയോഗിതനായ ആ പരമമായ സത്യത്തെ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കേണ്ടവരായിരുന്നു. നിങ്ങൾ അവരെ അവഹേളിക്കുവാനും നിന്ദിക്കുവാനും അവരെ മോശപ്പെടുത്തുവാനുമുള്ള ശ്രമം തുടർച്ചയായിട്ട് പ്രവാചകന്മാർ അവരുടെ ഇടയിൽ വന്നപ്പോൾ അവർ അതിനെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ള കുറ്റമാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഇതുപോലെ നമ്മുടെ മുമ്പിൽ ഒരു പ്രവാചകൻ നിൽക്കുകയാണ്. ഇഫ് എ ഫാമിലി ഈസ് നോട്ട് യുണൈറ്റഡ്, ഒരു കുടുംബം ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നില്ല എങ്കിൽ, ഒരു സിംഗിൾ ഫാമിലി തന്നെ, ഒരു പിതാവും ഒരു മാതാവും മക്കളും, പിന്നെ ആ കൂട്ടത്തിൽ അവരുടെ മാതാപിതാക്കൾ കാണാം, ഇരു കൂട്ടരുടെയും, ഇങ്ങനെയൊക്കെ അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണെന്നിരിക്കട്ടെ. ഇഫ് എ ഫാമിലി ഈസ് നോട്ട് യുണൈറ്റഡ്, അവിടെ ഒരു ഐക്യം ഇല്ല എങ്കിൽ, അവർ ഒരുമിച്ച് നിൽക്കുന്നില്ല എങ്കിൽ, ദ മെമ്പേഴ്സ് വുഡ് സ്കാറ്റർ എവരിവെയർ, ആ അംഗങ്ങളൊക്കെ ചിന്നിച്ചിതറിപ്പോവും. കുടുംബത്തിലെ അംഗങ്ങളാണ്, പക്ഷേ അവർ ഒരുമിച്ച് നിൽക്കുന്നില്ല എങ്കിൽ ആ കുടുംബം ഛിന്ന ഭിന്നമായി പോകും. ഇത് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഏറ്റവും ഘടകമാണ്. ഇതുപോലെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം പരസ്പരം ചേർന്ന് സ്നേഹത്തോടെ സൗഹൃദത്തോടെ സന്തോഷത്തോടെ ഒരുമിച്ച് നിന്ന് ദിനസേവനം ചെയ്യണം എന്നാണ്. ആ വീഡിയോ ഓണാക്കി വെച്ചിരിക്കുന്നവർ ദയവായി അതൊന്ന്, ഷംസുദ്ദീൻ സാഹിബാണ്, ആ വീഡിയോ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. വലിയ ശബ്ദം, ആരാണെങ്കിലും അതുകൂടെ സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പോൾ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ ഇമ്പം ഉണ്ടാക്കുന്ന ഒരു സംഘമെന്നാണ്. ഇമ്പം എന്ന് പറഞ്ഞാൽ സന്തോഷവും സൗഹൃദവും സ്നേഹവും വർദ്ധിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് കുടുംബം. അത് ഇസ്ലാമിക കുടുംബം എന്ന് പറയുമ്പോൾ മുഴുവൻ ലോകത്തുമുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർ ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. ഇനി ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരെല്ലാം ഒരുമിച്ച് നിന്ന് ബാക്കിയുള്ളവരെല്ലാം എതിർക്കണമെന്നൊന്നും പറയുന്നില്ല. കാരണം അവരും ഈ കുടുംബത്തിലെ അംഗങ്ങളാണ്. അവരെയും ഒരു കുടുംബമാക്കി മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കണം. ഇതാണ് നമ്മളോട് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന. അപ്പോൾ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നില്ല എങ്കിൽ അവർ ഛിന്ന ഭിന്നമായി പോകും. ദാസ് കാസിങ് ഡിസോർഡർ ആൻഡ് കോറൽ. അപ്പോൾ അവിടെ ഡിസോർഡറായി കഴിഞ്ഞു, കോറലായി കഴിഞ്ഞു. അവിടെ വഴക്കും മക്കാനുമായി, കുഴപ്പമായി. അതോടെ ദ മുസ്ലിം വേൾഡ് ഹാസ് ബിക്കം ദ സെയിം. ഇന്ന് മുസ്ലിം ലോകം ഇങ്ങനെയായി തീർന്നിരിക്കുക. ഡിസോർഡർ ആയിരിക്കുകയാണ്, കോറലിലുമാണ്. അവിടെ അവർ ഐക്യപ്പെടുന്നില്ല, വഴക്കും മക്കാനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ദ മുസ്ലിം വേൾഡ് ഹാസ് ബിക്കം ദ സെയിം, ഡിവൈഡഡ് ഇൻ ടു സെക്ട്സ്. അവർ പല വിഭാഗങ്ങളായി തിരിഞ്ഞു. നോക്കൂ, ഇന്ന് നമ്മുടെ ഒരു കുടുംബം തന്നെ നോക്കുകയാണെങ്കിൽ കുടുംബത്തിലുള്ള മാതാവ് എവിടെ, പിതാവ് എവിടെ, മക്കളെവിടെ, ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഒക്കെ എവിടെ, ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം. ഇപ്പം ജമാഅത്ത് ഇസ്ലാമിൽ ഇസ്ലാമിലെ അംഗങ്ങളെന്നുള്ള നിലയിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എത്ര പേര് അള്ളാഹ് അയച്ച ഒരു ദൂതനെ വിശ്വസിച്ചു. വിശ്വസിച്ചതിൻ്റെ പേരിൽ നമ്മളോട് മിണ്ടാതിരിക്കുന്ന കുടുംബാംഗങ്ങൾ. ഇസ്ലാം കൽപ്പിക്കുന്നതോ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന്, നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുതെന്നും വഴക്കുണ്ടാക്കരുതെന്നും സ്നേഹത്തോടെ കഴിയണമെന്നും സൗഹാർദ്ദത്തോടെ കഴിയണമെന്നും. ഇപ്പോൾ ഒരു കുടുംബത്തിലുള്ള ജ്യേഷ്ഠാനുജന്മാർ, അതുപോലെ സഹോദരന്മാർ, അവരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിക അധ്യാപനവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് അവർ പല തട്ടി നിൽക്കുക. ഇസ്ലാമിക അധ്യാപനവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവരൊന്നാണ്, അതവർ തിരിച്ചറിയും. നമ്മുടെ ഈ പരമമായ സത്യം നമ്മുടെ മാതാപിതാക്കളുടെ അടുത്ത് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നില്ലല്ലോ, നമ്മുടെ സഹോദരങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ലല്ലോ, മക്കളുടെ അടുത്ത് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ പരമമായ സത്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ സ്വീകരിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അനന്തര ഫലങ്ങൾ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കും. ദുരന്തം. കാരണം അള്ളാഹ് അയച്ച ആളിനെയും അള്ളാഹുവിനെയും നമുക്ക് വേണ്ട എങ്കിൽ പിന്നെ അള്ളാഹു ശരി നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പൊയ്ക്കൂ.
അപ്പോൾ അതിൻ്റെ അനന്തരഫലങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ദിസ് ഈസ് ദ റീസൺ വൈ യൂറോപ്യൻസ് ആൻഡ് അമേരിക്കൻസ് ഹാവ് സീസ്ഡ് ദിസ് ഓപ്പർച്യൂണിറ്റി. നമ്മളിങ്ങനെ ഛിന്ന ഭിന്നമായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ കാരണത്താൽ യൂറോപ്യൻസും അമേരിക്കൻസും ഹാവ് സീസ്ഡ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഈ അവസരം അവർ ഉപയോഗപ്പെടുത്തി, ഈ അവസരത്തെ അവർ പിടിച്ചടക്കി. എന്നിട്ട് എന്താ? ടു ബ്രിങ് ഓൾ ദ മോർ ഡിസ്കോർഡ് ആൻഡ് ഹോസ്റ്റിലിറ്റി എമംഗ് ദ മുസ്ലിംസ്. മുസ്ലിങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കാൻ തുടങ്ങി. വാപ്പാക്ക് മോനെ കണ്ടൂടാ, മോന് വാപ്പാക്ക് കണ്ടൂടാ, ഉമ്മാക്ക് മക്കളെ കണ്ടൂടാ, വാപ്പായെ കണ്ടൂടാ. ഇങ്ങനെ നമ്മുടെ അംഗങ്ങൾ തമ്മിൽ തന്നെ അങ്ങ് ഛിന്ന ഭിന്നമാണ്. എന്നിട്ട് കുടുംബാംഗങ്ങൾ തന്നെ പരസ്പരം ചേർന്നിരുന്ന് പല സെക്റ്റുകളായിട്ടിരുന്നിട്ട് മറ്റുള്ളവരെ അവർ ചെയ്യുന്നത് ശരിയല്ല, ഇവർ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞ് നമ്മുടെ പൈശാചിക ശക്തി നമ്മുടെ ഉള്ളിൽ കൂടുതലായിട്ട് വ്യാപരിക്കാൻ തുടങ്ങും. അപ്പോൾ അള്ളാഹയെക്കുറിച്ചോ അള്ളാഹുവിൻ്റെ റസൂലിനെക്കുറിച്ചോ ആ നിലയിലുള്ള കാര്യങ്ങളെക്കുറിച്ചോ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ വ്യക്തികളിൽ സംസാരമില്ല, അതിൻ്റെ ആക്ഷൻസ് ഇല്ല. പണ്ട് പ്രവാചകന്മാരും അവരുടെ മക്കളും ഒക്കെ ചെയ്തിരുന്നതെന്ന് പറയുന്നത് അവർ ഇതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു അവരുടെ ദിനരാത്രങ്ങളുടെ ചിന്ത. നമുക്ക് ഒരു ദിനരാത്രങ്ങളിലും ഒരു ചിന്തയില്ല. നമ്മൾ പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള മാത്രം നെട്ടോട്ടത്തിലാണ്. ബാക്കി എല്ലാം തീർന്നു. ഈ ആളുകളുടെ അടുത്തൊന്നും ഇതൊന്നും പറഞ്ഞിട്ട് ഉൾക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ പരാതിപ്പെടണം. നമ്മൾ ഉൾക്കൊണ്ടോ എന്ന് ചോദിച്ചാൽ, അപ്പോൾ because they know very well that Muslims are trials to each other. ഈ മുസ്ലിങ്ങൾ പരസ്പരം ഇങ്ങനെ പരീക്ഷണത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ ഈ അവസരം അമേരിക്കക്കാരും യൂറോപ്യൻസുകാരും മുതലെടുത്തുകൊണ്ട് അവർ ഇത് അവിടെ കുഴപ്പങ്ങളും ശത്രുതയും സൃഷ്ടിച്ച് മുസ്ലിങ്ങളെ തമ്മിൽ തന്നെ പരീക്ഷണ വിധേയങ്ങളാക്കി. thus they use Muslims themselves to finish Islam. അവർ തന്നെ പരസ്പരം പോരാടി ഈ ഇസ്ലാമിനെ തകർക്കുകയാണ്. ഇപ്പോൾ അഹമ്മദിയ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് നമ്മൾ നോക്കൂ. അതിനകത്തുള്ള ആളുകൾ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം വിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്നു. എന്നിട്ട് ആരെങ്കിലും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആൻ, വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും അനുസരിച്ച് തയ്യാറാവുന്നു. നമ്മൾ പോകുന്ന എന്താ? അനീതിയും അക്രമവും അഴിമതിയും കാണിക്കുന്ന കോടതി സംവിധാനങ്ങളിലേക്ക്. അവിടെ എന്ത് ന്യായമാണ് കിട്ടുന്നത് നിങ്ങൾക്ക്? ഇസ്ലാമിൻ്റെ ഏത് അധ്യാപനം അനുസരിച്ചുള്ള വിധിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ പരിഹരിക്കാനുള്ള ഒരു പരിഹാര ഗ്രന്ഥം നിങ്ങളുടെ മുമ്പിൽ തന്നിട്ട്, നമ്മളൊരു കമ്മ്യൂണിറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ ഉയർത്താൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് അതിലകത്തുള്ള അംഗങ്ങൾ പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ അവസരം ബുദ്ധിപൂർവമായിട്ട് ഉപയോഗപ്പെടുത്തിയാണ് യൂറോപ്യൻസും അമേരിക്കൻസും കടന്നു കയറി മുസ്ലിം രാജ്യങ്ങളിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ കൊണ്ട് വേറെ ആരും വേണ്ട, അവർ തന്നെ അടിച്ചു ചേർത്തോളൂ. ഇതാണ് അവർ പറയുന്നത്. അവർക്ക് വേണ്ടി വന്നാൽ ഒരു പള്ളി വെച്ച് കൊടുത്താൽ മതി എന്നാണ് ഇപ്പോൾ ആളുകൾ, ഇതര വിഭാഗക്കാർ പറയുന്നത്. അവന്മാർ അവിടെ തന്നെ കിടന്ന് അടിച്ച് ചത്തോളും. അപ്പോൾ ആ നിലയിലേക്ക് ഇത് പോയി. thus they use Muslims themselves to finish Islam. ഇസ്ലാമിനെ തകർത്ത് തരിപ്പണമാക്കുന്നതിന് വേണ്ടി പുറത്തുനിന്നും ആരും വേണ്ട. there is not a spiritual leader. അവർക്കൊരു ആത്മീയ നേതാവില്ല. to bring them together, അവരെ ഒരുമിച്ച് കൊണ്ടുവരുവാൻ. as they have closed the door of prophethood and revelation. വെളിപാടിൻ്റെയും പ്രവാചകത്വത്തിൻ്റെയും വാതിൽ അവർ ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാം ആ ആളുകളിൽ ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യം, 5 നേര പ്രാർത്ഥനകളിൽ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരുടെ പാതയിൽ നീ ഞങ്ങളെ നയിക്കണമേ എന്ന് പറയുമ്പോൾ, അങ്ങനെ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു തആല ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തായിട്ട് വെളിപാടും ദൂതനെയും നിയോഗിക്കുമ്പോൾ ആ വെളിപാടുകളെയും ദൂതനെയും തള്ളിക്കളഞ്ഞതിന് ശേഷം ഇവിടെ സ്വൈരമായിട്ട് മാനവകുലത്തിന് കഴിയാമെന്ന് കരുതുന്നു. നെവർ. അങ്ങനൊരു പ്രത്യയശാസ്ത്രം ഇല്ല. ഈ ആകാശത്തെ സൃഷ്ടിച്ചതും ഈ രാവും പകലും സൃഷ്ടിച്ചതും
ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും അവനാണെങ്കിൽ അതിന് പരിഹാരം അവൻ നിർദ്ദേശിച്ചിരിക്കുന്ന ഈ പരിഹാരത്തിലൂടെ നിങ്ങൾ അതിന് പരിഹാരം കാണുന്നില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ഈ ഭൂമുഖത്ത് കഴിയാൻ പറ്റില്ല. ദ ഹോളി ഖുർആൻ ഗീവ്സ് സിവിയർ വാർണിംഗ് ടു ദ മുസ്ലിംസ്. വളരെ ശക്തമായ മുന്നറിയിപ്പുകളാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത്. ലൈക്ക് അല്ലാഹ് ഡിഡ് ടു ജ്യൂസ് ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞ കാലങ്ങളിൽ ജൂതന്മാരോട് അല്ലാഹു തആല എങ്ങനെയാണോ നടപടി സ്വീകരിച്ചത് അതുപോലെ നിങ്ങളോടും നടപടി സ്വീകരിക്കും. അപ്പം ദൂതനെ സ്വീകരിക്കുകയും ദൂതനോടൊപ്പം നിൽക്കുകയും ഈ ദീനുൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനം ലോകത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ടത് സമാധാനത്തോടും ശാന്തിയോടും കൂടി ഈ ഭൂമുഖത്ത് ജീവിക്കുന്നതിനും ഇവിടം വിട്ട് നമ്മൾ പോകുമ്പോൾ സമാധാനത്തോടുകൂടി ഇവിടെ നിന്ന് യാത്ര പറയുവാനും അനിവാര്യമായ ഘടകങ്ങളാണ്. അതുകൊണ്ട് വയ്യായ ഫർഹബൂനി, എന്നെ മാത്രമേ നിങ്ങൾ ഭയപ്പെടാവൂ. നിങ്ങൾ ഈ ലോകത്ത് കാണുന്ന ചപ്പും ചവറിനെ എല്ലാം ഭയപ്പെട്ടുകൊണ്ട് അവരൊക്കെ നമ്മളെ ഇപ്പോൾ രക്ഷിച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അവരുടെ പിന്നാലെ കൂടി കുതന്ത്രത്തിലൂടെ കാര്യങ്ങൾ നേടാമെന്നുള്ള ശ്രമമുണ്ടല്ലോ, ഒന്നും നടക്കാൻ പോകുന്നില്ല. വെറും തൽക്കാലത്തേക്ക് ചിലപ്പോൾ അവർ ചിരിച്ചു കാണിക്കുമെന്നേ ഉള്ളൂ. ജീവിതാനുഭവങ്ങൾ നമ്മെ ഒരുപാട് പാഠം പഠിപ്പിക്കും. ആ അനുഭവങ്ങളെ പാഠങ്ങളാക്കി മാറ്റണം. എനിക്കെന്താണ് സംഭവിച്ചത്, എൻ്റെ തെറ്റ് എന്താണ്, ആ തെറ്റ് തിരുത്തി ശരിയിലേക്ക് നമ്മൾ വന്ന് പൂർവാധികം ശക്തിയോടുകൂടി നമുക്ക് മുന്നേറുവാൻ അല്ലാഹു തആല നമുക്ക് കരുത്ത് പകരുന്നതിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകസമക്ഷം സമർപ്പിച്ച അമാനത്താണ് വിശുദ്ധ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും. ഈ അധ്യാപനങ്ങളെയും ഈ വിശുദ്ധ ഖുർആനെയും വലിച്ചെറിഞ്ഞു കളഞ്ഞ ലോക സമൂഹം അവർ ചെയ്ത ഏറ്റവും ഗുരുതരമായ, ബനി ഇസ്രായേൽ ചെയ്തതിനേക്കാൾ വലിയ ഗുരുതരമായ കാര്യം, അവർ വെളിപാടിൻ്റെ വാതിലും വിശുദ്ധ ഖുർആൻ്റെ കൽപ്പനകളും അവർ നിരാകരിച്ചു കഴിഞ്ഞു. പ്രവാചകത്വവും വേണ്ട, അവർക്കിനി ഒന്നും വേണ്ട, ഞങ്ങളുടെ ഈ ഗ്രന്ഥമുണ്ട്. ഇത് തന്നെയാണ് അവരും പറഞ്ഞത്. യേശു വന്നപ്പോഴെന്താ പറഞ്ഞത്? ഞാൻ ഒന്നും പുതിയത് കൊണ്ടുവന്നില്ല, തൗറാത്തിനെ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിയോഗിതനായത്. ഇതുപോലെ ഖുർആനെ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ നൂറ്റാണ്ടുകളിൽ വരുന്നത്. അങ്ങനെ ഒരു വിശദീകരണം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ മതപുരോഹിതന്മാരിവിടെ ഉണ്ട്. അങ്ങനെ ലോകമെമ്പാടുമുള്ള മതപുരോഹിതന്മാർ കൂടിയിരുന്ന് ആലോചിച്ചതിന് ശേഷമാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ വന്ന അള്ളാഹുവിൽ നിന്നും ഇറങ്ങിയ വെളിച്ചത്തെ അവർ കെടുത്താൻ ശ്രമിച്ചത്. ഇപ്പോൾ ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ അത് കേട്ടും അടുത്തത് വരുമെന്ന് അള്ളാഹിൻ്റെ റസൂലുവാണ് പറഞ്ഞത്. എന്നിട്ട് അടുത്ത നൂറ്റാണ്ട് വന്നപ്പോഴോ അതിനകത്തുള്ള പുരോഹിതന്മാരെല്ലാം കൂടെ ചടഞ്ഞു കൂടിയതിനു ശേഷം പറഞ്ഞില്ല. ആ പുരോഹിതന്മാരുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ സഹോദരങ്ങൾ നിൽക്കുന്നത്. നാശത്തിൽ നിന്നും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും ഒരു വെളിച്ചം ഇതാ ഇറങ്ങിയിരിക്കുന്നു. ഈ വെളിച്ചത്തെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ ഐഹിക പാരത്രിക ലോക വിജയം ഉണ്ടാവും. ഇത് ചുമ്മാ കേട്ട് കഴിഞ്ഞതിന് ശേഷം അങ്ങ് ഇറങ്ങിപ്പോവുകയല്ല. കേട്ട് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് ഇറങ്ങി ചൂലെടുക്കണം. നമ്മുടെ പരിസരമൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കണം. നമ്മുടെ ഉള്ളു വൃത്തിയാകണം, ശരീരം ശുദ്ധിയാവണം, വസ്ത്രം ശുദ്ധിയാവണം, മനസ്സ് ശുദ്ധിയാവണം, നമ്മളിരിക്കുന്ന പരിസരങ്ങളൊക്കെ വൃത്തിയാവണം. അതിനുശേഷം പോയി കിടന്ന് ഉറങ്ങുകയല്ല ചെയ്യേണ്ടത്. വജാൽന നെഹറ മആഷ, പകൽ സമയം നിങ്ങളുടെ ജീവിത വൃത്തിക്കും ജീവിത അഭിവൃദ്ധിക്കും വേണ്ടി നാം സൃഷ്ടിച്ച് തന്നിരിക്കുകയാണ്. അങ്ങനെ കർമ്മനിരതരാകണം. കർമ്മനിരതായി നിങ്ങൾ സ്വയം ഉയരുകയും സമൂഹത്തെ ഉയർത്തുകയും ചെയ്യത്തക്ക നിലവാരത്തിലേക്ക് നിങ്ങൾ മാറണം. അതിനുള്ള കഴിവും കപ്പാസിറ്റീസും നിങ്ങളിൽ നിക്ഷേപിച്ച് തന്നിരിക്കുകയാണ്. ആ കപ്പാസിറ്റീസ് മുഴുവൻ നശിപ്പിച്ച് കളയുന്ന നിലയിൽ ഒന്നും അറിയാൻ വയ്യാത്ത സന്താനങ്ങളെ അങ്ങനെ നശിപ്പിച്ച് കളയത്തക്ക നിലയിലുള്ള മാതാപിതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗുരുതരമായ തെറ്റും കുറ്റങ്ങളും. അവരെ കർമ്മനിരതരാക്കുന്നതിന് പകരം അവരെ നിശബ്ദരാക്കി തീർക്കുന്ന നിലയിലുള്ള ദൈനംദിന അവസ്ഥാവിശേഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭവനങ്ങളിൽ. പോരാ, മാറണം, മാറിയേ തീരൂ. ഇല്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലം നമ്മെ ഓരോരുത്തരെയും തേടി വരും. നമുക്ക് വിശ്രമിക്കാൻ ഇവിടെ സമയമില്ല. നമുക്ക് വിശ്രമിക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ മരണാനന്തരമാണ്. സ്വർഗീയമായ കാഴ്ച കണ്ട് അനന്ത സൗഭാഗ്യത്തിലേക്കുള്ള യാത്ര തുടരാനുള്ള
ആ അനർഘ നിമിഷങ്ങളെക്കുറിച്ച് ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അടുത്ത നിമിഷം ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് പറയുവാൻ, ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ ഇവിടെ ഒരു മനുഷ്യനും സാധ്യമല്ല. ഒരു ടെക്നോളജിക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല അടുത്ത നിമിഷം നമ്മളുണ്ടോയെന്ന്. അങ്ങത്തരയ്ക്കുള്ള ഒരു ജീവിതമാണ്. അതുകൊണ്ട് ഉണരുക, ഏറ്റവും ഉത്കൃഷ്ടമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ഏറ്റവും നന്മയായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ 10,000-കണക്കിന് ആളുകൾ വരും എന്ന് അള്ളാഹുവിൻ്റെ ഒരു ദൂതൻ വന്നിവിടെ പറഞ്ഞിട്ട് പോയി. അവർ വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഈ നൂറ്റാണ്ടിൽ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ ഇതൊരു സെൻറ്ററായിട്ട്, ഈ വെളിച്ചം ഭാരതത്തിൽ ഇറങ്ങിയ പ്രഥമ കേന്ദ്രമായിട്ട് ഹസ്രത്ത് ഖലീഫത്തുള്ള പറഞ്ഞു, ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും ഈ കാര്യങ്ങൾ നിറവേറ്റുന്നതിന് സദാ ജാഗ്രതയോടുകൂടി മുന്നേറണം, മുന്നോട്ട് പോകണമെന്നും. അത്തരത്തിലുള്ള ഒരു വലിയ ടാസ്ക്കാണ് നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്നത്. ഈ ടാസ്ക് ഏറ്റെടുത്ത് നമ്മൾ അനുദിനം പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് പോകുമോ, അതോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാളങ്ങളിലേക്കും നമ്മുടെ കാര്യങ്ങളിലേക്കും അങ്ങ് ചുരുങ്ങി നമ്മൾ പോകുമോ? നമ്മുടെ കുട്ടികളെയൊക്കെ ഏറ്റവും നല്ല നിലയിൽ വളർത്തി വലുതാക്കി അവർക്ക് സാംസ്കാരിക മൂല്യങ്ങൾ പകർന്നു കൊടുത്ത് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ തലങ്ങളിലേക്ക് അവരെ എത്തിക്കുന്നതിന് വേണ്ടി ജഗന്നിയന്താവായ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിനവരെ സജ്ജമാക്കുകയും ചെയ്യണം. നമ്മളൊരാളെ സ്നേഹിക്കുന്നത് അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് വേണ്ടിയായിരിക്കും. നമ്മളൊരാളെ വെറുക്കുന്നത് അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടുന്നതിന് വേണ്ടിയായിരിക്കണം. നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന നിലയിൽ നമ്മുടെ സന്താനങ്ങളെ അങ്ങനെ ആക്കരുത്. വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനം അനുസരിച്ചായിരിക്കണം അവരുടെ ദൈനംദിന കാര്യങ്ങൾ കൊണ്ടത്. അതിന് നമ്മൾ സ്വയം ആദ്യം ഒന്ന് തയ്യാറാകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സന്താനങ്ങളെ ആ നിലയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു തആല തെളിച്ചു തന്ന ആ റൂട്ടിലൂടെ സഞ്ചരിക്കുക. ആ റൂട്ട് വിട്ട് സഞ്ചരിക്കുന്നതായ ആളുകൾക്ക് ഉപദേശവും താക്കീതും കൊടുക്കുക. പ്രവാചകന്മാരെ നിയോഗിച്ച് അതിനുവേണ്ടിയാണ്. അതേ ദൗത്യം തന്നെയാണ് അദ്ദേഹത്തിനോടൊപ്പം ചേരുന്നവരും താക്കീത് നൽകാനും അതുപോലെ സന്തോഷ വാർത്ത നൽകാനും. നിങ്ങൾ നല്ല നിലയിൽ ഇന്ന നിലയിലായിരിക്കണം വിശുദ്ധ ഖുർആൻ അതാ കൽപ്പിക്കുന്നത്. അങ്ങനെ അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള സന്തോഷങ്ങളിൽ ഞങ്ങളുമുണ്ട്, ഞങ്ങളോടുള്ള സന്തോഷങ്ങൾ നിങ്ങളുണ്ട്. ഇതുകൊണ്ട് അത് വിട്ടിട്ടാണ് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നതെങ്കിൽ ആ സന്തോഷത്തിൽ ഞങ്ങളില്ല എന്ന് പറയാനുള്ള ആർജവം നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ദീനിനെ ശരിയായ നിലയിൽ കാണിക്കാൻ പറ്റൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ബന്ധസ്വന്തങ്ങളിലുള്ള ആളുകൾ ചെയ്യേണ്ടത് ചെയ്യാതെ അവർ തമോഗർത്തത്തിൽ കിടക്കുകയാണ്. അവരെ ഒന്ന് ഉണർത്തിക്കൊണ്ടുവരുന്നതിന് പര്യാപ്തമായ നിലയിൽ ആ നിലയിൽ നമ്മൾ ദുആ ചെയ്യുകയും അവരുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും അവരുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ അവരത് ആദ്യം ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ഈ പറയുന്നത് അല്ലാഹുവിൻ്റെ തൃപ്തി എനിക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ്. കൂ അംഫുസക്കും വാഹലീക്കും നാറ, നിൻ്റെ നഫ്സിനെ രക്ഷപ്പെടുത്തുക നരകാഗ്നിയിൽ നിന്ന്. എന്നിട്ട് നിൻ്റെ കുടുംബാംഗങ്ങളുടെ ആദ്യം ലിമിറ്റഡ് കുടുംബാംഗങ്ങൾ, പിന്നെ വളർത്തി 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 അള്ളാഹു കൊണ്ടുവന്നിട്ട് ലോകം മുഴുവൻ അള്ളാഹുവിൻ്റെ കുടുംബമാണ് നമ്മുടെ കുടുംബാംഗങ്ങൾ. അങ്ങനെയുള്ള ഒരു സ്നേഹസാഗരം തുറന്നു വയ്ക്കുവാൻ അള്ളാഹു തആല, കാരണം അവൻ കരുണാനിധിയും കാരുണ്യവാനുമായിട്ടുള്ളവൻ, അങ്ങേയറ്റത്തെ കാരുണ്യത്തിൻ്റെ ഉറവിടമാണ്. അങ്ങനെയുള്ള കാരുണ്യത്തിൽ നിന്നും നമുക്കൊരല്പം കരുണ തന്നിട്ടുണ്ട്. ആ കരുണ നിങ്ങളും തുറന്നു വയ്ക്കൂ ഈ ഭൂമുഖത്ത്. അതിനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വെളിച്ചവുമായി വരുമ്പോൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പരമാവധി പരിശ്രമിക്കാൻ. നമുക്ക് ചിലപ്പോൾ ഖദീജമാരെ പോലും ആയിഷമാരെ പോലെയോ അതല്ലെങ്കിൽ അബൂബക്കറിനെ പോലെ ഉമറിനെ പോലെ ഒക്കെ ആകാൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു സാധാരണ പാവപ്പെട്ട ഒരു സഹാബിമാർക്ക് ചെയ്യുന്ന കാര്യങ്ങളെങ്കിലും ചെയ്തുകൊണ്ട് ഇതിനെ രണ്ട് കൈയും സ്വീകരിച്ചുകൊണ്ട് ഈ വെളിച്ചം നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മൾ സ്വയം കത്തിച്ചു വയ്ക്കുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇപ്പോൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.